നമസ്കാരം. രോഹിണി നക്ഷത്രക്കാർക്ക് തിരിച്ചടി വന്നു ചേരുവാൻ സാധ്യതയുള്ള ആ കാര്യങ്ങളെക്കുറിച്ച്, എന്തെല്ലാം കാര്യങ്ങളിൽ രോഹിണി നക്ഷത്രക്കാർക്ക് തിരിച്ചടികൾ സംഭവിക്കാം, ഇതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. രോഹിണി നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. കാരണം ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിയില്ല എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുക തന്നെ ചെയ്യും. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്രകാരമാകുന്നു. ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ പലപ്പോഴും കോപം വന്നു ചേർന്നു എന്ന് വരാം. എന്നാൽ പൊതുവെ രോഹിണി നക്ഷത്രക്കാർക്ക് അല്പം മുൻകോപം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ തന്നെ ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നതാണ് വാസ്തവം. ശത്രുക്കൾ പെട്ടെന്ന് വർദ്ധിക്കും. അത് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ദോഷമായി ഭവിക്കും എന്നതാണ് വാസ്തവം. അതിനാൽ തീർച്ചയായും അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുവാൻ ശ്രമിക്കണം. മുൻകോപം പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. നിങ്ങൾക്ക് സഹാനുഭൂതി വളരെ കൂടുതലാണ്. അത് നല്ല മനസ്സായതുകൊണ്ടാണ് എന്നതാണ് വാസ്തവം. അത് പലരും ചൂഷണം ചെയ്യുന്നു എന്നതാണ് വാസ്തവം. നിങ്ങളൊന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കും. പലപ്പോഴും പല വ്യക്തികളും അത്തരത്തിൽ നിങ്ങളെ ചതിച്ചിട്ടുണ്ട്. ഇനിയും അത്തരം അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പാടുള്ളതല്ല. അതിനാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. മറ്റുള്ളവരെ നമ്മൾ സഹായിക്കേണ്ടത് അനിവാര്യമാണ്. എന്നാൽ അർഹതയുള്ളവരെയാണ് സഹായിക്കേണ്ടത് എന്ന കാര്യം ഏവർക്കും അറിയാം. അനർഹരായ വ്യക്തികൾക്ക് സഹായം ചെയ്യുമ്പോൾ അർഹതപ്പെട്ടതായ വ്യക്തികൾക്ക് അത് നഷ്ടമാകുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. ശരിയായ രീതിയിലുള്ള ശരിയായ പ്ലാനിങ് ഇല്ലാതെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകണം എന്നില്ല. അത് നിങ്ങൾക്ക് നഷ്ടങ്ങൾക്കാണ് കാരണമാവുക. പ്രധാനമായും എത്ര തന്നെ നിങ്ങൾ സമ്പാദിച്ചാലും കയ്യിൽ നിൽക്കാത്തതായ അവസ്ഥയാണ് ഉണ്ടാവുക. ധനം കൈകളിലേക്ക് വന്നു ചേരണം എന്നില്ല. അല്ലെങ്കിൽ വന്നതുപോലെ തന്നെ നഷ്ടമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അതിനാൽ ഏത് കാര്യവും ചിന്തിച്ച് ഉറപ്പിച്ചതിന് ശേഷം അതേക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. അതല്ല എങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടമേ നൽകൂ. പലപ്പോഴും തെറ്റിദ്ധാരണകൾ ഇവരെക്കുറിച്ച് പറഞ്ഞാൽ ഇവർ പൊട്ടിത്തെറിച്ച് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പരാമർശിക്കും. അല്ലെങ്കിൽ അറിയാതെയാണ് എങ്കിലും പറഞ്ഞു പോകും. തെറ്റിദ്ധാരണകൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. എന്നാൽ സമചിത്തതയോടെ അതെല്ലാം നേരിടുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. വാവിട്ട വാക്ക് തിരിച്ചെടുക്കാൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം. അത് ബന്ധങ്ങൾ തകരുന്നതിനും നിങ്ങൾക്ക് ഭാവിയിൽ വന്നു ചേരേണ്ടതായ ആ സൗഭാഗ്യങ്ങൾ നഷ്ടമാകുന്നതിനും കാരണമായി തീരും എന്നതാണ് വാസ്തവം. അതിനാൽ അത്തരം കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മോശം കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ പല ബന്ധങ്ങളിലും ചാടുവാനുള്ള അത്തരം കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളും ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അബദ്ധവശാൽ സംഭവിക്കുന്ന ഇത്തരം കാര്യങ്ങൾ ഭാവിയിൽ നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുവാൻ കാരണമായി തീരും എന്ന് കൂടി മനസ്സിലാക്കുക. അതിനാൽ എപ്പോഴും ഒരു പുനഃപരിശോധന നിങ്ങൾ നടത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അല്ലെങ്കിൽ അത് ഭാവിയിൽ നിങ്ങൾക്ക് ദൂഷ്യം ചെയ്യുന്ന കാര്യമായി മാറും. പലപ്പോഴും പല വ്യക്തികളും നിങ്ങളെ ചൂഷണം ചെയ്യാം. അത് നിങ്ങളുടെ വിനയം കൊണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല മനസ്സ് മറ്റുള്ളവർ ചൂഷണം ചെയ്യുന്നതാകുന്നു. എന്നാൽ പലപ്പോഴും അത് നിങ്ങൾ മനസ്സിലാക്കുവാൻ വൈകി പോകുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ മാത്രമാണ് സംഭവിക്കുക. അതിനാൽ വിനയം അനിവാര്യമാണ് എങ്കിലും മറ്റുള്ളവർ ചൂഷണം ചെയ്യുന്നുണ്ടോ എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഈ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ അത് നിങ്ങൾക്ക് ജീവിതം നശിക്കുന്ന അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമായി തന്നെ മാറും. വസ്തുക്കൾ അലക്ഷ്യമായി വയ്ക്കുന്നതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. അതിനാൽ നിങ്ങൾക്ക് നഷ്ടമാണ് സംഭവിക്കുക. അതിനാൽ ഏത് കാര്യം കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതും ഓർമ്മയിൽ അത് സൂക്ഷിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ആവശ്യം വരുന്നതായ സാഹചര്യത്തിൽ അത് നിങ്ങൾക്ക് ഉപകരിക്കില്ല അല്ലെങ്കിൽ ഉപകാരപ്പെടില്ല എന്ന കാര്യവും ഓർക്കുക.
അതിനാൽ അത്തരം കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. പലപ്പോഴും ഇത്തരം ചില ഓർമ്മ പിശകുകൾ ശ്രദ്ധയില്ലാതെ ചെയ്യുന്നതിനാൽ ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. അതിനാൽ അത്തരം പ്രശ്നങ്ങളിലും ശ്രദ്ധ പുലർത്തണം എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. എന്തിനും കുറ്റവും കുറവും കണ്ടുപിടിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അത്തരം കാര്യങ്ങൾ ഏവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയാകാം. ബന്ധങ്ങളിൽ വിള്ളൽ വീഴുക, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഒരു നെഗറ്റീവായ ചിന്ത മറ്റുള്ളവരിൽ ഉടലെടുക്കുവാൻ അത് കാരണമായി തീരാം. അഭിപ്രായം മോശമാകുവാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് മോശം സാഹചര്യങ്ങൾക്ക് കാരണമായി തീരാം. അതിനാൽ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കി ബന്ധങ്ങൾ ദൃഢമാക്കി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മുൻധാരണയാൽ പല കാര്യങ്ങളും നിങ്ങൾ പെരുമാറുകയോ അല്ലെങ്കിൽ നോക്കി കാണുകയോ ചെയ്യുന്നത് മൂലം പല വിധത്തിലുള്ള ഈഗോ പ്രശ്നങ്ങൾ, അത് ദമ്പതികൾക്കിടയിലാണ്, പങ്കാളികൾക്കിടയിലാണ്, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ വേണ്ടപ്പെട്ടവരുടെ ഇടയിലാണ് എങ്കിൽ പോലും സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അത് നിങ്ങൾക്ക് ദോഷം ചെയ്യുന്ന കാര്യമായി മാറും. കാരണം അനിവാര്യമായ സമയത്ത് നിങ്ങൾക്ക് പല നഷ്ടങ്ങളും സംഭവിച്ചു എന്ന് വരാം. അതിനാൽ മുൻധാരണയോടെ, മുൻവിധിയോടെ പല കാര്യങ്ങളെയും നിങ്ങൾ പെരുമാറുവാൻ അല്ലെങ്കിൽ സമീപിക്കുവാൻ പാടില്ല. വ്യക്തമായി ചിന്തിച്ച് തന്നെ തീരുമാനങ്ങൾ എടുക്കണം എന്ന കാര്യം ഓർക്കുക. കൃത്യസമയത്ത് ഉണരുകയോ കൃത്യസമയത്ത് ഉറങ്ങുകയോ ചെയ്യാത്തതായ സ്വഭാവം നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നതായ സാഹചര്യം വന്നു ചേരാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി അല്പം ശ്രദ്ധ നിങ്ങൾ പുലർത്തുന്നത് അനിവാര്യം തന്നെയാകുന്നു. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഉത്തമമായി ഭവിക്കും. ഒരു കാര്യം നേടിയാൽ പിന്നെ അതുമായി അധികം മുന്നോട്ട് പോകില്ല എന്നതാണ് വാസ്തവം. അത്തരം ശീലങ്ങൾ നിങ്ങൾ തീർച്ചയായും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ നിങ്ങളെടുത്തതായ ആ കഠിനാധ്വാനം അല്ലെങ്കിൽ ഭാഗ്യത്താൽ നിങ്ങളിലേക്ക് വന്നു ചേർന്നിരിക്കുന്നതായ കാര്യങ്ങൾ അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാനും മുന്നോട്ട് കൊണ്ടുപോകുവാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതല്ല എങ്കിൽ അത് നിങ്ങൾക്ക് ഭാവിയിൽ ദോഷം ചെയ്യുന്ന കാര്യമായി മാറും. അതിനാൽ എന്ത് കാര്യം നേടിയാലും അത് നിലനിർത്തുക എന്നത് ഏതൊരു വ്യക്തിയുടെയും ഉത്തരവാദിത്തം തന്നെയാണ്. അല്ലെങ്കിൽ അതൊരു കഴിവായി തന്നെ പരാമർശിക്കാം. ആ കഴിവ് നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. രോഗം നിങ്ങൾക്ക് വന്നു ചേർന്നാലും പലപ്പോഴും അത് പിന്നീട് പോകാം, പിന്നീട് ചികിത്സിക്കാം എന്ന രീതിയിൽ മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ ചികിത്സിക്കാൻ പേടിയാകുന്ന സാഹചര്യമോ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതൊരിക്കലും പാടുള്ളതല്ല. തുടക്കത്തിലെ തന്നെ പല രോഗങ്ങളും ചികിത്സിക്കുകയാണ് എങ്കിൽ അത് ഭേദമാകും എന്നതാണ് വാസ്തവം. എന്നാൽ കാലം കഴിയും തോറും അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കും. അതിനാൽ ഏതൊരു കാര്യമാണ് എങ്കിലും ചികിത്സ നേടുന്നതാണ് ഏറ്റവും ഉത്തമം. അതിനാൽ അത്തരത്തിലുള്ള ഒരു ചിന്താഗതി തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. രോഹിണി നക്ഷത്രക്കാർ, ഞാൻ ഈ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. കാരണം ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെടാതിരിക്കാനും എന്നും സന്തോഷവും അതേപോലെ തന്നെ സമാധാനവും സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തുവാൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ രോഹിണി നക്ഷത്രക്കാർ മുന്നോട്ട് പോകുക.